വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നിങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് വാങ്ങാനുള്ള യോഗമുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ തലക്കെട്ട്. പൊതുവായി വീട്, വാഹനം, വസ്തു എന്നിവയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശുക്രൻ എന്ന ഗ്രഹമാണ് അതിൻ്റെ കാരകനായി വരുന്നത്. ഒരു ജാതകത്തിൽ ശുക്രൻ്റെ നിലയനുസരിച്ച് വീട് വാങ്ങാൻ കഴിയുമോ എന്നുള്ളത് ഗണിക്കാൻ കഴിയും. ജാതകത്തിൽ ശുക്രൻ നല്ല സ്ഥാനത്തും ബലവും ഉണ്ടെങ്കിൽ ആ ജാതകന് വീട് വാങ്ങാൻ കഴിയുന്നതാണ്. സ്വന്തം വീട് വാങ്ങാനുള്ള കാരകൻ എന്ന് ചോദിച്ചാൽ ശുക്രൻ മാത്രമല്ല, ശുക്രനും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. സുഖഭോഗങ്ങൾ, നല്ല ഭാര്യ, വീട്, വാഹനം, ആഡംബര വസ്തുക്കൾ, നല്ല ആരോഗ്യം, ഇതെല്ലാം ശുക്രൻ്റെ കാരകത്വങ്ങളാണ്. അപ്പോൾ ഒരു ജാതകത്തിൽ ശുക്രൻ നല്ല നിലയിൽ നിൽക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ 4-ാം ഇടവും നല്ല രീതിയിൽ ജാതകത്തിൽ നിൽക്കണം. വിദ്യ, വാഹനം, വീട് എന്നിവയുടെ കാരകത്വം കൂടിയാണ് 4-ാം ഭാവം. ലഗ്നത്തിൻ്റെ 4-ാം ഇടം ബലമായിരിക്കണം. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളും നല്ല രീതിയിൽ നിൽക്കണം. അപ്പോൾ ജാതകത്തിൽ ഇങ്ങനെയുള്ള സ്ഥാനബലം ഉള്ളവർക്ക് സ്വന്തമായി വീട് വാങ്ങാനോ കെട്ടാനോ സാധിക്കും. 4-ാം ഇടം, 4-ാം ഇടത്തിൻ്റെ അധിപതി, 4-ാം ഇടത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം ശുക്രൻ നിൽക്കുന്ന സ്ഥാനവും അതിൻ്റെ ബലവുമാണ്. ഈ ഗ്രഹങ്ങളുടെ ദശാഭുക്തി നടപ്പിൽ വരുമ്പോൾ ജാതകന് വീട് കെട്ടാൻ സാധിക്കും. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ചൊവ്വയും ശുക്രനും നീചത്തിലല്ലാതെയും പാപഗ്രഹങ്ങളുടെ ചേർച്ചയില്ലാതെയും മൗഢ്യത്തിലല്ലാതെയും നിന്നാൽ തീർച്ചയായും വീട് വാങ്ങാനുള്ള യോഗമുണ്ടെന്ന് പറയാം. ഇതോടൊപ്പം ശുഭഗ്രഹങ്ങളുടെ ചേർച്ചയോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ കടം വാങ്ങാതെയോ ലോൺ എടുക്കാതെയോ ഒക്കെ വീട് കെട്ടാനോ വാങ്ങാനോ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ധാരാളം ആളുകൾ വീട് കെട്ടാൻ തുടങ്ങും. എന്നാൽ പകുതി വഴിയിൽ അത് നിന്നു പോകും. അടിസ്ഥാനം കെട്ടിക്കാണും, എന്നാൽ അതിന് മുകളിൽ കെട്ടാൻ സാധിക്കാതെ വരും. കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകും. അത് 2-3 വർഷങ്ങൾ അങ്ങനെ തന്നെ വീട് പണി തുടങ്ങാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയിലെത്തും. അതിന് കാരണം ഈ 4-ാം ഇടം ദോഷകരമായി ബാധിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ശുക്രൻ ബലമില്ലാതിരിക്കും. ശുക്രൻ നീചൻ, പാപൻ, മൗഢ്യം എന്നീ നിലയിലായിരിക്കും. അപ്പോൾ സ്വന്തം വീട് ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ ജാതകത്തിലെ 4-ാം ഇടത്തെ കൊണ്ടും ശുക്രനെ കൊണ്ടും 4-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചും ശുക്രൻ ബലമുള്ളതായും പക, നീചൻ, മൗഢ്യം എന്നീ നിലയിൽ ഒന്നും ആയിരിക്കരുത്. വീടെന്ന് പറയുമ്പോൾ ഭൂമി എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഭൂമിയില്ലാതെ വീട് കെട്ടാൻ സാധിക്കില്ലല്ലോ. ഇന്ന് ഫ്ലാറ്റ്, അപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ഉണ്ടെങ്കിലും അക്കാലത്ത് ഇതൊന്നുമില്ല. ഭൂമി എന്ന് വരുമ്പോൾ ഭൂമികാരകനായ ചൊവ്വയെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരും. ചൊവ്വ ജാതകത്തിൽ ബലമായി നിന്നാൽ തീർച്ചയായും ഭൂമി വാങ്ങാൻ കഴിയുന്നതാണ്. അത് ചൊവ്വയുടെ ദശാഭുക്തി നടക്കുന്ന സമയത്ത് വസ്തു അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ കഴിയുന്നതാണ്. ചൊവ്വ ജാതകത്തിൽ ബലമില്ലാതെയോ വക്രം, നീചൻ, മൗഢ്യം, മറ്റു പാപഗ്രഹങ്ങളുമായി സംബന്ധപ്പെട്ടാൽ എപ്പോഴും വസ്തുവോ ഭൂമിയോ വാങ്ങുന്ന സമയത്ത് പലവിധ പ്രശ്നങ്ങളുണ്ടാകും. വസ്തു വാങ്ങുന്നതിൽ എന്തെങ്കിലും നൂലാമാലകളുണ്ടാവും. കേസ് വഴക്കുകളുള്ള വസ്തു വാങ്ങുക, ശരിക്കുള്ള പ്രമാണങ്ങളില്ലാതെ വാങ്ങുക, അതുപോലെ വസ്തു വാങ്ങാൻ പണവും കൊടുത്ത് ഡോക്യുമെൻസും ശരിയാക്കിയാലും ആ വസ്തുവിൽ വേറെ ആരെങ്കിലും താമസിക്കുന്ന ചുറ്റുപാടും ഉണ്ടാകും. ഇതൊക്കെ പലർക്കും വസ്തു വാങ്ങാൻ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. കേസും വഴക്കും കോടതിയിൽ പോയാൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തവരായി ധാരാളം പേർ ഇന്നുമുണ്ട്. അതുപോലെ വിദേശത്തുള്ളവർ, അവർക്ക് വിശ്വസ്തനായിട്ടുള്ളവർക്ക് വസ്തു വിൽക്കാനോ വാങ്ങാനോ ഉള്ള പവർ ഓഫ് പാറ്റേൺ എഴുതി കൊടുക്കും. അവസാനം ആ വസ്തു ആ വിശ്വസ്തൻ്റെ പേരിലായിരിക്കും ഇരിക്കുന്നത്. വിശ്വസിച്ച് പണം കൊടുത്തവർ ചതിക്കപ്പെടുകയും അവസാനം
വസ്തുവുമില്ല, പണവുമില്ല എന്നുള്ളൊരവസ്ഥയിലെത്തും. ഇങ്ങനെ ഭൂമി സംബന്ധമായ പലതരം ചതിക്കുഴികൾ പലർക്കും പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ചൊവ്വ ജാതകത്തിൽ അനുകൂലമല്ലാത്തവർക്കാണ് സംഭവിക്കുന്നത്. ശനിയുടെ ചേർച്ചയും 6, 8, 12 ഭാവാധിപതികൾ ചൊവ്വയോട് ചേർന്ന് നിൽക്കുമ്പോഴും ഭൂമി ഇടപാടിൽ ചതിവുകൾ ഉണ്ടാകും. ഭൂമി സംബന്ധമായ കേസുകളായിരിക്കും കൂടുതലും. അയൽപ്പക്കക്കാരുമായി തർക്കം, സഹോദരങ്ങളുമായി സ്വത്ത് തർക്കം, വിറ്റവൻ പറ്റിച്ചത്, വാങ്ങിയവൻ പറ്റിച്ചത്. അപ്പോൾ ഇതെല്ലാം ചൊവ്വ ദോഷകരമായി ബാധിച്ചവർക്കായിരിക്കും. നല്ലൊരു വീടുണ്ടാകാൻ, വസ്തു ലഭിക്കാൻ ജാതകത്തിൽ ചൊവ്വയും ശുക്രനും നല്ല നിലയിൽ തന്നെ നിൽക്കണം. ഇതോടൊപ്പം 4-ാം ഇടവും 4-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ നിലയും വളരെ മുഖ്യമാണ്. കടമില്ലാതെ മനസ്സമാധാനത്തോടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ ജാതകത്തിൽ ചൊവ്വയും ശുക്രനും ശുഭത്വങ്ങളായി നല്ല നിലയിൽ നിൽക്കണം. ശുക്രൻ വാഹനത്തിൻ്റെയും കൂടി കാരകനാണ്. നല്ല വാഹനം ലഭിക്കാൻ ശുക്രൻ നന്നായിരിക്കണം. ജാതകത്തിൽ ശുക്രൻ്റെ നില നല്ലപോലെ തുല്യമായി ഗണിക്കേണ്ടി വരും. 4-ാം ഇടവും നന്നായിരിക്കണം. 4-ാം ഇടത്തിൽ പാപഗ്രഹങ്ങളുടെ ചേർച്ചയും അവരുടെ ദശാകാലം നടക്കുമ്പോഴും ചിലർക്ക് വീട് കെട്ടാനുള്ള യോഗമുണ്ടാകും. 6, 8, 12 ഭാവാധിപതികൾ 4-ാം ഇടവുമായി ബന്ധപ്പെട്ട് അവരുടെ ദശാഭുക്തി നടക്കുന്ന കാലത്ത് വീട് കെട്ടാൻ യോഗമുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഈ കാലയളവിൽ കെട്ടുന്ന വീടുകൾ അവനവൻ്റെ സാമ്പത്തിക നിലയ്ക്കുമപ്പുറം പ്ലാനുകൾ ഉണ്ടാക്കി ഒരുപക്ഷെ 25 ലക്ഷത്തിനും ബഡ്ജറ്റിടും. അത് 75 ലക്ഷം വരെ ഉയർന്നു പോകും. വീട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പുതിയ ഐഡിയകൾ വരും. മുകൾ ഭാഗത്ത് ഒരു മുറി കൂടി പണിയാം, അല്ലെങ്കിൽ അടുക്കളയിൽ വിസ്തീർണം കൂട്ടാം, അല്ലെങ്കിൽ അതിഥികൾ വരുമ്പോൾ അവർക്ക് തങ്ങാനായി ഒരു മുറി കൂടി പണിഞ്ഞാലോ എന്നൊക്കെ പരിപാടിയിട്ട് ആ വീട് പണി അല്ലെങ്കിൽ വീട്ടിലെ മുറികളുടെ എണ്ണമോ മറ്റോ എക്സ്റ്റെൻഡ് ചെയ്ത് തീരാത്ത കടത്തിലാവുകയും ഉള്ള കടങ്ങൾ തീർക്കാൻ പുറമേ നിന്ന് വീണ്ടും കടം വാങ്ങുകയും അവസാനം വീട് കെട്ടി തീർക്കാൻ പറ്റാതെയും കടവും തീർക്കാൻ കഴിയാതെയുള്ള ഒരുപാട് ആളുകളെ നമുക്കിടയിൽ കാണാൻ കഴിയും. അപ്പോൾ വീട് കെട്ടുന്നതിന് മുൻപ് ജാതകം വിശകലനം ചെയ്ത് നോക്കണം. 6, 8, 12 ഭാവാധിപതികൾ സംബന്ധിക്കുന്നതോ ശുക്രനും ചൊവ്വയും ഉച്ചത്തിലോ ബലത്തിലോ ആണോ എന്നുകൂടി വിലയിരുത്തേണ്ടതാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഈ ഗ്രഹനിലകൾ നിങ്ങൾക്ക് സ്വപ്നഭവനം സ്വന്തമാക്കാനും മനസ്സമാധാനത്തോടെ കഴിയാനും സഹായിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളും ഗ്രഹങ്ങളും ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയോ മക്കളുടെയോ ജാതകത്തിൽ ഭവനയോഗം പരിശോധിച്ച് അവരുടെ പേരിൽ വീട് വാങ്ങാവുന്നതാണ്. ചിലർക്ക് 4-ാം ഇടം നല്ല നിലയിലും 4-ാം ഭാവാധിപതി ഉച്ചത്തിലുമായിരിക്കും. എന്നാൽ ശുക്രൻ മോശപ്പെട്ട അവസ്ഥയിലുമായിരിക്കും. ബലവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ പുതിയ വീട് കെട്ടുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യരുത്. അതിന് പകരം പഴയ വീടുകൾ വാങ്ങി ആവശ്യമെങ്കിൽ പുതുക്കിപ്പണിത് താമസിക്കാവുന്നതാണ്. പൊതുവെ ജാതകത്തിൽ ശുക്രൻ ദോഷകരമാണെങ്കിൽ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ, വാഹനങ്ങൾ, വീടുകൾ വാങ്ങുന്നതാണ് നല്ലത്. പഴയ വീടുകൾ വാങ്ങി പുതുക്കിപ്പണിഞ്ഞ് താമസിക്കുന്നതാണ് എപ്പോഴും ഇക്കൂട്ടർക്ക് നല്ലത്. അപ്പോൾ ജാതകത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുകയും ശുക്രൻ ബലമില്ലാതാവുകയും പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർ പഴയ വീടുകൾ വാങ്ങി താമസിച്ചാൽ മാത്രമേ അവിടെ ദീർഘകാലം താമസിക്കാൻ കഴിയൂ. സ്വന്തം വീട് എന്നുള്ള സ്വപ്നം സൂചിപ്പിക്കുന്ന ഗ്രഹം ശുക്രൻ. സ്വന്തം ഭൂമി, വസ്തു, അതുമൂലം ലഭിക്കുന്ന ലാഭത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം ചൊവ്വ. ഇവരുടെ ജാതകത്തിലെ നിലയും 4-ാം ഭാവാധിപതിയും ജാതകത്തിൽ ബലമായി നിൽക്കുകയും 4-ാം ഇടത്തിൻ്റെ അധിപതി ഉച്ചനായും യോഗമുള്ള ഗ്രഹമായി നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം വീട് വാങ്ങാനുള്ള യോഗത്തെ
തീരുമാനിക്കപ്പെടുന്നു. അപ്പോൾ സ്വപ്നഭവനം എന്ന നിങ്ങളുടെ വീട് യാഥാർത്ഥ്യമാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.